നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ഇന്നൊരു ശവം വീഴും. ആരുടെ? അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. എനിക്ക് ആരുടെ ആയാലും മതി, ചെറുതോ വലുതോ ആരുടെ ആയാലും. നീ നീ ഇപ്പോഴേ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? നീയല്ലേ അത് ചെയ്യാൻ പോകുന്നത്? എന്ത്? കൊല്ലാൻ. ഞാൻ എന്റെ ആരാധനാമൂർത്തി ഒന്ന് കാണാൻ വന്നതാ. എന്തോ ഭാമ ഇത്? അവൾ ഇതിൽ പങ്കെടുത്തോട്ടെ രാഘവേട്ട. എത്രയോ അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആരോടും ശത്രുത പാടില്ല എന്നുള്ള തീരുമാനം എല്ലാവർക്കും ബാധകം. അതെ. ആ, ഇങ്ങനെയാ സത്യാമ്മേന്റെ റോൾ മോഡൽ ആകുന്നത്. എല്ലായിടത്തും നല്ല കണിശവും കൃത്യമായുള്ള തീരുമാനം. സത്യാമ്മേ, ഇവള് സത്യാമ്മെ കളിയാക്കണമെന്നൊരു സംശയം. അതെന്താടി? ഇത്ര ആൾക്കാർക്ക് മുന്നിൽ വെച്ച് ആരാധനാമൂർത്തി വിഗ്രഹം എന്നൊക്കെ പറയുന്നത് സത്യാമ്മെ കളിയാക്കുന്നത് പോലെയല്ലേ? അതിനെന്താടി? വിഗ്രഹം എന്നൊക്കെ പറയാൻ സത്യാമ്മ എന്താ കരിങ്കല്ലാണോ? ഓ, അങ്ങനെയാണ് അവൾ ഉദ്ദേശിച്ചത്. പിന്നല്ലാതെ. അവളും വിഷ്ണുമോനുമായുള്ള കല്യാണം നടക്കാത്തത് കൊണ്ട് സത്യാമ്മയുടെ മനസ്സ് കരിങ്കല്ലാണെന്നല്ലേ അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണോ? അതേന്ന്. ഇത്ര ആൾക്കാർക്കത് മനസ്സിലായിട്ടും സത്യാമ്മയ്ക്ക് മാത്രം മനസ്സിലാവാത്തത് സത്യാമ്മയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ. ഹാപ്പി ബർത്ത്ഡേ പത്മിനി ആൻഡ് സത്യ. ആരാ സത്യാമ്മേ ഈ സത്യ? കണ്ടോ, സത്യ ആരാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടാണോ? അവള് സത്യാമ്മയെ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്നതാ. മധുശ്രീ, നീ ഫംഗ്ഷന് വന്നതാണെങ്കിൽ ഒരു കഷ്ണം കേക്ക് ഞാൻ തരും. അത് കഴിച്ചിട്ട് തിരിച്ചു പൊയ്ക്കണം കേട്ടോ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ സത്യാമ്മേ. നീ ഒന്ന് പുറത്തേക്ക് വന്നേ. എന്താ മധുശ്രീ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നതല്ലോ, നീ വരുത്തിയതല്ലേ. എടി, മുഹമ്മദ് മലയുടെ അടുത്തേക്ക് പോയില്ലെങ്കിൽ മല മുഹമ്മദിന്റെ അടുത്തേക്ക് വരുമെന്ന് നീ കേട്ടിട്ടില്ലേ? സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കുന്നു. കോളത്തിൽ കിടക്കുന്ന നീ വിചാരിക്കും അത് അതിന്റെ സാമ്രാജ്യമാണെന്നും സർവതന്ത്ര സ്വതന്ത്രയാണെന്നും ഒക്കെ. മിഥ്യാധാരണയാ. കുളത്തിന്റെ ഉടമ ഒരു കോരുവല എറിയുന്നത് വരെ അതിന് സ്വാതന്ത്ര്യം ജീവിതമൊക്കെ ഉള്ളൂ. അല്ല, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നിന്നോടാ പറയേണ്ടത്, നീ അറിയേണ്ടത്. എടി, നിനക്കനുസരണം തീരെയില്ല. ഓരോ തവണ കാണുമ്പോഴും ഞാൻ നിന്നെ ഒരേ കാര്യം തന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരിക. അല്ല, ഞാൻ ഈ ബർത്ത്ഡേയുടെ കാര്യം പറയാത്തത് കൊണ്ടാണോ? എടി കോപ്പേ, ഞാൻ നിന്നോട് എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ ഒരു ഇല ഇണങ്ങിയാ പറയണോന്ന് അല്ലേ? അല്ല, അത് 2 കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷമല്ലേ. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല.
പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇവിടെ ഇന്നൊരു ശവം വീഴും. ആരുടെ? അതൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. എനിക്ക് ആരുടെ ആയാലും മതി, ചെറുതോ വലുതോ ആരുടെ ആയാലും. നീ നീ ഇപ്പോഴേ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? നീയല്ലേ അത് ചെയ്യാൻ പോകുന്നത്? എന്ത്? കൊല്ലാൻ. ഞാനോ? അതേടി, നീ തന്നെ, കാർത്തിക എന്ന നീ. കാർത്തിക അല്ലേ? അതെ സർ. മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടല്ലേ? അവിടുത്തെ സ്റ്റേഷനിലല്ലേ അന്വേഷിക്കേണ്ടത്? സർ, മിസ്സായിരിക്കുന്നത് കോഴിക്കോടുന്നാ. പക്ഷേ അവൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് മിസ്സിംഗ് ആവില്ലല്ലോ സർ. ദാ ഇത് താൻ വെച്ചോ. എന്തു പറ്റി സർ? ഇത്രയൊക്കെ വിവരമുള്ള താൻ തന്നെ അങ്ങ് അന്വേഷിച്ചാ പോരെ? പോലീസിന്റെ സഹായം എന്തിനാ? ഞാൻ അന്വേഷിക്കുന്നുണ്ട് സർ. സത്യം പറഞ്ഞ പോലീസിന്റെ ഒരു ഹെൽപ്പും ഇല്ലെന്ന് പറയാം. മനസ്സിലായില്ല. സാറ് പറഞ്ഞതുപോലെ കോഴിക്കോട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ സ്റ്റേഷനിലേക്കും ഇന്റിമേഷൻ പോയിട്ടുമുണ്ട്. കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിറങ്ങുന്ന വിഷ്വൽസ് കിട്ടിയെന്ന് എന്നോട് ഒരിക്കൽ ഫോർട്ട് പോലീസ് അറിയിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു അന്വേഷണവും ഉണ്ടായില്ല. ഇപ്പൊ ഏകദേശം ഒരാഴ്ചയായി. അന്നു മുതൽ ഞാനിവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് സർ. എടോ, അത് ഫോർട്ട് പോലീസ് അല്ലേ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? അവിടെ കയറി ഇറങ്ങുകയായിരുന്നു സർ ഇത്രയും ദിവസം. അവിടുന്ന് കാര്യമായ സഹായം ഒന്നുമില്ല. പിന്നെ താൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഒരു അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ നേരിട്ട് കണ്ടു സർ. എന്നിട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ? പറഞ്ഞു സർ. അവരെന്താ പറഞ്ഞത്? ഞാൻ കാർത്തികയെ കണ്ട അമ്പലം അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ലെന്ന്. ഈ സ്റ്റേഷൻ പരിധിയിലാണത്രേ. ഛേ, എന്തു പറ്റി സർ? എടോ, ഇവിടെ ഒരു 100 കൂട്ടം ഏടാകൂടം കേസുകൾ വേറെ കിടക്കുന്നു. എന്താ സാർ? ഞാൻ സാറിനൊന്ന് കാണട്ടെ. സാർ ഇവൻ സാറേ, ഞാൻ പൊക്കോട്ടെ. ദേ വരുന്ന അടുത്തത്. എടോ, അങ്ങനെ പോകാനൊന്നും പറ്റില്ല. കേസ് ചാർജ് ചെയ്യും. കേസില്ലാന്ന് നോക്കണം സാർ. എടോ, മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് ഒരു ബൈക്കുകാരന്റെ നെഞ്ചത്ത് ഓട്ടോ കയറ്റിയ കേസല്ലേ? അതങ്ങനെ ചാർജ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പാർട്ടിക്കാരനാണ് സാർ. താനിടിച്ച് വീഴ്ത്തിയ ബൈക്കുകാരൻ അതിനേക്കാൾ വലിയ പാർട്ടിക്കാരനാണെന്നാ പറഞ്ഞത്. ഡോ, അവിടെ എങ്ങനെ പോയിരിക്കണോ? വാങ്ങിട്ട് സാർ, ഇത് ഏതാ ഈ ഫോട്ടോ? ഈ കൊച്ചിനെതിരെ എന്ത് കേസാ സാറേ? കൊച്ചോ? ഏത് കൊച്ച്? ഇയാളിങ്ങി വന്നേ. ഓരോ മുട്ടാപ്പോക്കം പറഞ്ഞോണ്ടിരിക്കുന്നേ. നടക്ക. വിട് സാറേ, പറയട്ടെ. ഈ കൊച്ചിനെ എനിക്കറിയാം. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.